ഹരി ഓം ശ്രീമന്നാരായണീയം. ദശകം 10 സൃഷ്ടിഭേദങ്ങൾ ആണ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്താൽ തപോബലവും ബുദ്ധിസാമർഥ്യവും വർദ്ധിച്ച് ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടികളെക്കുറിച്ചാണ് ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത്. അതിമനോഹരമായ പദങ്ങളെ കൊണ്ടാണ് ഈ ദശകം വർണ്ണിച്ചിരിക്കുന്നത്. എത്ര വായിച്ചാലും മതിയാവില്ല. ഭട്ടതിരിപ്പാടിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ശ്ലോകം 1. വൈകുണ്ഠവർദ്ധിത ബലോധ ഭവത്പ്രസാദാത് അംഭോജയോന്യസൃജത് കില ജീവദേഹാൻ സ്ഥാസ്നൂനി പൂരുഹമയാണി തഥാ തിരശ്ചാം ജാതുർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുന്നത് ഹേ വൈകുണ്ഠ എന്നാണ്. അല്ലയോ വൈകുണ്ഠമൂർത്തേ, വിഗതാകുണ്ഠ യസ്യ സഹ വൈകുണ്ഠ എന്നാണ് വ്യുൽപ്പത്തി. വികുണ്ഠതയില്ലാത്ത സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ, യാതൊരു കുണ്ഠതയുമില്ലാത്ത ഭഗവാനെ, നിസ്സംഗനായിട്ടുള്ളവനാണ് വൈകുണ്ഠനാഥൻ. ബ്രഹ്മാണ്ടത്തിനും പുറത്തിരിക്കുന്ന ലോകം, മായ ബാധിക്കാത്ത ലോകം, അതാണ് വൈകുണ്ഠം. മായയെ തൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ വച്ചുകൊണ്ടിരിക്കുന്ന നാഥനാണ് വൈകുണ്ഠനാഥൻ. അങ്ങനെയുള്ള ഭഗവാനെ വർദ്ധിത ബലോധ ഭവത് പ്രസാദാത്, ഭവത് പ്രസാദാത് ഭഗവാനെ അങ്ങയുടെ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, വർദ്ധിത ബലഹ ബലം വർദ്ധിച്ചു. ആരുടെ ബലമാണ് വർദ്ധിച്ചത്? അംഭോജയോനിഹി. അംഭോജയോനിഹി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്നാണ് അർത്ഥം. അംഭോജം എന്നാൽ താമര, അംഭസ ജലം, അംഭസ എന്നാൽ ജലം എന്നർത്ഥം. അംബസിൽ നിന്നും ജാതമായ താമര, ഉത്ഭവസ്ഥാനമായിരിക്കുന്നവൻ ആണ് ബ്രഹ്മാവ്. അപ്പോൾ ഭഗവാനെ ഭജിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെ ബലം വർദ്ധിച്ചു. അപ്പോൾ ബ്രഹ്മാവ് എന്തു ചെയ്തു? അസൃജത് കില ജീവദേഹാൻ. അസൃജത് സൃഷ്ടിച്ചു. എന്തൊക്കെ സൃഷ്ടിച്ചു? ജീവദേഹാൻ, ജീവദേഹങ്ങളെ സൃഷ്ടിച്ചു. പിന്നെയോ സ്ഥാസ്നൂനി, സ്ഥാവരങ്ങളും. സ്ഥാവരങ്ങൾ എന്നാൽ ഉറച്ചു നിൽക്കുന്നത് എന്നർത്ഥം. എങ്ങനെയുള്ള സ്ഥാസ്നൂനി? ഭൂരുഹമയാനി, ഭൂമിയെ രുഹനം ചെയ്ത്, അതായത് തുളച്ചു വരുന്ന. താസ്നൂനി, ഉറച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ, ചെടികൾ, അവ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് അവയെ സ്ഥാവരങ്ങൾ എന്നാണ് പറയുന്നത്. തഥാ തിരശ്ചാം ജാതിഹി, അതുപോലെ തിര്യക് ജാതികളെ സൃഷ്ടിച്ചു. എന്താണ് തിര്യക് ജാതി? മനുഷ്യർ ഒഴികെയുള്ള എല്ലാം തിര്യക്കുകളാണ്. മൃഗങ്ങൾ, പറവകൾ, മത്സ്യങ്ങൾ എല്ലാം തിര്യക്കുകളാണ്. അതിനെയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനിവഹാൻ, മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത്. അനേകം വസ്തുക്കളെയും ജന്തുക്കളെയും ഒക്കെ സൃഷ്ടിച്ചു. ഒന്നിലും ബ്രഹ്മാവിന് സന്തോഷം വന്നില്ല. തൈസ്തൈരതുഷ്ടഹൃദയ എന്ന് ഭാഗവതം പറയും. ബ്രഹ്മാവിന് സന്തോഷമുണ്ടായില്ല. പിന്നീട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് തൻ്റെ സൃഷ്ടി ശരിയായി എന്ന് ബ്രഹ്മാവിന് മനസ്സിലായത്. എന്തുകൊണ്ട്? ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ആ മനുഷ്യന് മാത്രമേ ബ്രഹ്മത്തിനെ അവലോകനം ചെയ്യാനുള്ള ബുദ്ധിയുള്ളൂ, കഴിവുള്ളൂ എന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് സന്തോഷിച്ചു. എന്തുകൊണ്ട്? തൻ്റെ സൃഷ്ടിയായ മനുഷ്യർക്ക് മാത്രമാണ് വിവേകബുദ്ധിയുള്ളത്. എന്താണ് വിവേകം? നിത്യ അനിത്യ വിവേകം. നിത്യമായ വസ്തു ഏതെന്നും അനിത്യമായ വസ്തു ഏതെന്നും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണുള്ളത്. ശ്രീ ശങ്കരാചാര്യർ പറയുന്നു, നിത്യവസ്തുവേകം ബ്രഹ്മ തദ് വ്യതിരിക്തം സർവമനിത്യം ഇതി നിത്യാനിത്യ വസ്തു വിവേക. നിത്യവസ്തു ഏകമായ ബ്രഹ്മമാണ്. അതിൽ നിന്ന് അന്യമായതെല്ലാം അനിത്യമാണ്, നശിക്കുന്നതാണ്. അതിനെ അല്ല ആശ്രയിക്കേണ്ടത്, നിത്യമായ ബ്രഹ്മത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആ ഏകമായ ബ്രഹ്മം തന്നെയാണ് ഇവിടെ സർവ്വചരാചരങ്ങളിലുമുള്ളത് എന്ന വിവേകം മനുഷ്യർക്കുണ്ടെന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് സന്തോഷിച്ചു. എന്നിട്ട് എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ദേവഭേദാൻ, ദേവഭേദങ്ങളെ സൃഷ്ടിച്ചു. ദേവന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ എന്നിങ്ങനെ ദേവന്മാരെ സൃഷ്ടിച്ചു. ഇവരൊക്കെ എന്താണ്? ജീവദേഹാൻ, ജീവന്മാരുടെ ദേഹങ്ങളാണ്. ഓരോന്നും ഓരോ ജീവനാണ്. വൃക്ഷങ്ങളും ജീവനാണ്. ദേവന്മാരും ജീവഭേദങ്ങളാണ്.
പുണ്യം കൂടുതൽ ചെയ്താൽ ദേവന്മാരാകാം, പാപം കൂടിയാൽ തിര്യക്കുകളാകാം. വൃക്ഷങ്ങളും ചെടികൊടികളും ഒക്കെ പാപം കൂടുതൽ ചെയ്തവരാണ്. പാപവും പുണ്യവും സമമാകുമ്പോഴാണ് മനുഷ്യജന്മം ലഭിക്കുക. അങ്ങനെ എല്ലാത്തിനെയും സൃഷ്ടിച്ചു എന്ന ജനറലായി പറഞ്ഞിട്ട് ആദ്യം എന്താണ് സൃഷ്ടിച്ചത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ എന്തൊക്കെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് നോക്കാം. വികുണ്ഠതയില്ലാത്തവനാണ് വൈകുണ്ഠൻ. യാതൊരു തരത്തിലുള്ള വികാരവും ഭഗവാനില്ല. പിന്നെ എങ്ങനെ ഭഗവാനിൽ നിന്നും പലതും ഉണ്ടായി? നമ്മുടെ വ്യാവഹാരിക ദൃഷ്ടിയിൽ ഈ പ്രപഞ്ചം ഉണ്ട്. പാരമാർത്ഥിക ദൃഷ്ടിയിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം. അതാണ് ഭഗവാൻ. പിന്നെ എങ്ങനെ വ്യാവഹാരിക ദശയിൽ നാനാത്വമുണ്ടായി? അതിനെയാണ് അധ്യാരോപം എന്ന് പറയുന്നത്. പരമസത്യത്തിൽ പലതും സങ്കല്പിക്കപ്പെടുന്നു. സങ്കല്പത്തിനുള്ള കഴിവ് ബോധത്തിനുണ്ട്. അങ്ങനെയാണ് സൃഷ്ടിയുടെ പ്രക്രിയ നടക്കുന്നത്. വൃക്ഷലതാദികളായ സ്ഥാവരങ്ങളുടെയും പക്ഷിമൃഗാദികളായ തിര്യക്കുകളുടെയും മനുഷ്യരുടെയും ദേവന്മാരുടെയും ജീവശരീരങ്ങളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ ഭഗവാൻ സൃഷ്ടിച്ചു. ബ്രഹ്മാവത ഓരോരോ സൃഷ്ടിയായിട്ട് പറയുകയാണ്. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. അതിലെ രണ്ടാമത്തെ ശ്ലോകം നോക്കാം. പാരായണം ചെയ്യാം. ശ്ലോകം 2. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിഃ അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനദൂനസ്തേനേ ത്വദീയചരണ സ്മരണം വിശുദ്ധ്യൈ. അന്യാർത്ഥം നോക്കാം. ബ്രഹ്മാവ് ആദ്യം സൃഷ്ടിച്ചത് 5 അജ്ഞാനവൃത്തികളെയാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണത്? മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതിഹി. ഇത് 5ഉം എന്താണ്? അജ്ഞാനവൃത്തിം ഇതി പഞ്ചവിധാം സൃഷ്ട്വാ. ഇപ്രകാരം 5 വിധം അജ്ഞാനവൃത്തികളെയാണ് ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. അജ്ഞാനവൃത്തികളെന്ന് പറഞ്ഞാൽ ജ്ഞാനം അല്പം പോലും ഇല്ലാത്ത വൃത്തികളാണിത്. എന്താണ് ഈ അജ്ഞാനവൃത്തികൾ എന്ന് നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കണം. അതിലേക്ക് വേണ്ടി അല്പം വിശദീകരിക്കുകയാണ്. അതിൽ ആദ്യത്തേതാണ് മിഥ്യാഗ്രഹം. മിഥ്യ എന്നാൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ധരിക്കുന്നത്. അതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. മിഥ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കൽ. ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് ധരിക്കുന്നത്. പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഉണ്ട്. പ്രപഞ്ചത്തിന് വ്യാവഹാരിക സത്തയാണുള്ളത്, പാരമാർത്ഥിക സത്ത ഇല്ല. തൽക്കാലത്തേക്ക് തോന്നിയ ഒരു പ്രതിഭാസം മാത്രമാണിത്. അപ്പോൾ ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അജ്ഞാനവൃത്തി. അതിനെയാണ് മിഥ്യാഗ്രഹം എന്ന് പറയുന്നത്. അത് നമ്മൾ മാറ്റണം. ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ഉള്ളതല്ല, ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ചയാണ്. ഏതുപോലെ? മരുഭൂമിയിലെ കാനൽ ജലം പോലെ. കാനൽ ജലമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അത് കുടിക്കാനായിട്ട് നമ്മൾ പോകുന്തോറും അത് നീങ്ങി പോകുന്നു. കുറേ ദൂരം പോയപ്പോൾ മനസ്സിലായി അത് ഇല്ലാത്തതാണെന്ന്. അതൊരു പ്രതിഭാസം മാത്രമാണ്. അപ്പോൾ തിരിച്ചു വന്നു, ആദ്യത്തെ സ്ഥാനത്ത് വന്ന് നോക്കി. അപ്പോൾ വീണ്ടും വെള്ളം കാണുന്നു. ഇനി ആ വെള്ളത്തിനെ കുടിക്കാൻ ആരെങ്കിലും പോകുമോ? ഗുരുനാഥൻ പറയാറുണ്ട്, വിവേകാനന്ദ സ്വാമികൾ പോലും കാനൽ ജലത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടത്രേ. എല്ലാ ജ്ഞാനവും നേടി സർവവേദ പാരംഗതനായ അദ്ദേഹത്തിന് പോലും തോന്നിയത്രേ കാനൽ ജലമുണ്ടെന്ന്. ഈ വിധത്തിലാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിനെ യഥാർത്ഥമായി കാണുന്നത്. ആ മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ് ഈ കാണുന്ന പ്രപഞ്ചവും. ബ്രഹ്മമാകുന്ന ആധാരത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ചയാണ് ഈ പ്രപഞ്ചം. തള്ളിക്കളയാൻ സാധ്യമല്ല. ഉണ്ടെന്നുള്ള അനുഭവമുണ്ട്, പക്ഷേ സ്ഥായിയായിട്ട് നിൽക്കുന്നതല്ല. സ്ഥായിയായിട്ടുള്ളത് എല്ലാത്തിനും ആധാരമായ ബ്രഹ്മം മാത്രമാണ്. ഇവിടെ ബ്രഹ്മം മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം ഭഗവാനായി കാണണം. അതായത് ഒരേ സ്വർണം തന്നെയാണ് മാലകളായിട്ടും കമ്മലുകളായിട്ടും വളകളായിട്ടും മോതിരങ്ങളായിട്ടും എല്ലാം ഇരിക്കുന്നത്. പാരമാർത്ഥിക വസ്തു സ്വർണം മാത്രം. വിവിധ നാമരൂപങ്ങൾ നമ്മൾ കാണുന്നു. ഏതെങ്കിലും കടയിൽ കൊണ്ടു കൊടുത്തു നോക്കൂ, അവർ അതിൽ എത്ര ക്യാരറ്റ് സ്വർണം ഉണ്ടെന്നല്ലേ അളക്കുന്നത്. അതിൻ്റെ രൂപമോ നാമമോ ഒന്നും അവർ നോക്കാറില്ല. അതുപോലെ മിഥ്യാപ്രപഞ്ചത്തെ തള്ളി പരമാർത്ഥ വസ്തുവായ ഭഗവാനെ പ്രാപിക്കാൻ കഴിയണം. ഇവിടെ എല്ലാം ഭഗവാനാണ്, ഭഗവാൻ മാത്രമാണ് ഉള്ളത്.
എന്നുറച്ചാൽ മിഥ്യാഗ്രഹത്തിനെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ അജ്ഞാനവൃത്തിയാണ് അസ്മിമതി. അസ്മി എന്നാൽ ആകുന്നു എന്നർത്ഥമുണ്ട്. ഞാൻ എന്നും ആകുന്നു എന്നും അർത്ഥമുണ്ട്. മതി എന്നാൽ ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പോൾ അസ്മി മതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബുദ്ധി, ഞാനാണ് ഈ ശരീരം, ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് എന്ന തോന്നൽ, അതിനെയാണ് അസ്മി മതി എന്ന് പറയുന്നത്. ഞാൻ ഈ ശരീരമല്ല. ഈ ശരീരം എന്താണ്? ഞാനാകുന്ന ഭഗവാന്റെ വാസസ്ഥാനമാകുന്നു ഈ ശരീരം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ഇത് ഭഗവാന്റെ വാസസ്ഥാനമാണ്. ക്ഷേത്രജ്ഞനാണ് ഭഗവാൻ. എത്രയോ ശരീരം നമ്മൾ സ്വീകരിച്ചു. അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മനസ്സിലാക്കി അസ്മി മതിയെ, ഞാൻ ഈ ശരീരമാണെന്നുള്ള ഭാവത്തെ നമ്മൾ ഉപേക്ഷിക്കണം. ശ്രീരാമചന്ദ്ര പ്രഭു മോക്ഷമാർഗം ലക്ഷ്മണന് ഉപദേശിക്കുമ്പോൾ അരുളി ചെയ്തുവല്ലോ, ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നത് നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. എത്ര മനോഹരമായ വരികൾ! ഈ ശരീരാദികൾ ആത്മാവല്ല. പിന്നെ ഏതാ ആത്മാവ്? എൻ്റെ ശരീരത്തെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത് ഏതോ അതാണ് ആത്മാവ്. ആത്മാവിൻ്റെ സ്വരൂപം സച്ചിദാനന്ദം. ഞാൻ ഗാഢസുഷുപ്തിയിൽ അത് അനുഭവിക്കാറുണ്ട്. ഞാൻ സുഖമായി ഉറങ്ങി എന്നല്ലേ പറയുന്നത്? ആ ഞാനാണ് ആത്മാവ്, അല്ലാതെ ദേഹമല്ല. അപ്പോൾ അസ്മിമതി കളയണം. ശരീരത്തിൽ ഞാനെന്നുള്ള ബുദ്ധി കളയണം. ഇനി രാഗമാണ് മൂന്നാമത്തെ സൃഷ്ടി. രാഗമെന്നാൽ ആഗ്രഹം എന്നർത്ഥം. ഇവിടെ എത്രയോ വസ്തുക്കളുള്ളത്, അനന്തമാണ്. എല്ലാം വേണമെന്ന ആഗ്രഹമുണ്ട്. എല്ലാത്തിനെയും നേടാൻ കഴിയുമോ? പക്ഷേ കാണുന്നതൊക്കെ വേണമെന്ന ആഗ്രഹം, അതാണ് രാഗം. ആർക്ക് ഭഗവാന് വേണോ അവർ വിഷയങ്ങളോടുള്ള രാഗത്തിനെ കളയണം. ഇതിൻ്റെ അർത്ഥം വിഷയങ്ങൾ വേണ്ടെന്നല്ല. അവിടെയാണ് തെറ്റിദ്ധാരണ. എന്ത് വിഷയങ്ങളാണോ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് വന്നു ചേരുന്നത് അത് അനുഭവിക്കാം. അത് പൂർവ്വജന്മത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. നാം തന്നെ കൊണ്ടുവന്നതാണ്. പക്ഷേ ആ വിഷയങ്ങളോടുള്ള ആസക്തിയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. അതാണ് നമ്മൾ രാഗം കളയണം എന്ന് പറയുന്നത്. ഇനിയുള്ളത് വികോപം, ദേഷ്യം എന്നാണ് അർത്ഥം. ആ വിഷയങ്ങൾ ഞാൻ നേടുന്നതിൽ തടസ്സം നിന്നാലോ കോപം. ആ കോപം ഒരാളുടെ നാശത്തിന് കാരണമാകുമെന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്. ക്രോധമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രോധം പരിത്യജിക്കേണം ബുധജനം എന്ന് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ അജ്ഞാനവൃത്തിയാണ് ഭീതി. താൻ നേടിയ വസ്തുക്കൾ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ, അതാണ് ഭീതി. എനിക്ക് നഷ്ടമാകുമോ? ഒരു ആപ്തവാക്യമുണ്ട്, ഭോഗേ രോഗഭയം. അതായത് നല്ലപോലെ ആഹാരം കഴിക്കുന്നവർക്ക് രോഗം വരുമോ എന്നുള്ള പേടി. കുലേ ചുതി ഭയം, നല്ല കുലമാണ്, ചുതി വരുമോ എന്നുള്ള പേടി. പിന്നെ വിത്തേ നൃപാലാത് ഭയം, ധനം നേടി കള്ളന്മാരെ പേടി. മാനേ ദൈന്യഭയം, അഭിമാനിക്ക് അപമാനം ഭയം. ബലേ രിപുഭയം, നല്ല ബലമുണ്ട്, ശത്രുക്കളെ പേടി. രൂപേ ജരായാ ഭയം, നല്ല സൗന്ദര്യമുണ്ട്, ജരാനര വരുമോ എന്നുള്ള പേടി. കായേ കൃതാന്താത് ഭയം, ശരീരം ഉണ്ട്, മരണഭയം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈ ഭീതിയെയാണ് നമ്മൾ കളയേണ്ടത്. ഇവിടെ എല്ലാം ഭഗവാനാണ് ഉള്ളത്. ആ ഭഗവാനെയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. ഇങ്ങനെയുള്ള 5 അജ്ഞാനവൃത്തികൾ, ആ അജ്ഞാനവൃത്തികളെ നമ്മൾ കളയണം. അപ്പോൾ മിഥ്യാഗ്രഹം, അസ്മിമതി, രാഗം, വികോപം, ഭീതി, ഈ 5ഉം എവിടെ നിന്നാണ് ഉണ്ടായത്? ഉദ്ദാമതാമസ പദാർത്ഥ വിധാനദൂനഹ, വർദ്ധിച്ച തമോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടായത്. ഈ 5 അജ്ഞാനവൃത്തികളെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവ് ദുഃഖിച്ചത്. ഉടനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? തേനേ ത്വദീയ ചരണസ്മരണം വിശുദ്ധൈഹി. ബ്രഹ്മാവ് ഭഗവത്പാദങ്ങളെ ധ്യാനിച്ചു. എന്തിന്? വിശുദ്ധൈഹി, തൻ്റെ പരിശുദ്ധിക്കായിക്കൊണ്ട്, തൻ്റെ തമോ ഗുണം മാറി സത്വഗുണം വർദ്ധിക്കാൻ വേണ്ടി ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നിരന്തരം ഭഗവത് സ്മരണ നിലനിർത്തണം. നമ്മൾ ഏത് കർമ്മം ചെയ്യാൻ പോകുമ്പോഴും ആ ഭഗവാനെ സ്മരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഭഗവത് സ്മരണ നിലനിർത്തിയാൽ നമ്മുടെ അന്ധഃകരണം പരിശുദ്ധമാക്കാനായിട്ട് സാധിക്കും.
അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരിയോം നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ശ്ലോകം 3 മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 3. താവത് സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാഃ ത്വത്പാദഭക്തിരസികാ ജഗുർഹുർനവാണീം. അന്യാർത്ഥം നോക്കാം. ഭഗവത്പാദങ്ങളെ സ്മരിച്ച് അന്തഃകരണം പരിശുദ്ധമായപ്പോൾ ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിയാണ് സനകാദികൾ. ഭഗവാനെ ഭജിക്കുന്നവർക്ക് നല്ല മക്കളുണ്ടാകൂ, നല്ല സൃഷ്ടികൾ വേണം, ഭഗവാനെ ഭജിക്കണം എന്ന ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കി തരികയാണ്. സഹ ആ ബ്രഹ്മാവ്, താവത് അപ്പോൾ, മനസാ മനസ്സുകൊണ്ട്, ഭൂയഹ വീണ്ടും, സനകം സനകനെയും, സനന്ദം സനന്ദനെയും, സനാതനമുനിം സനാതനമുനിയെയും, സനത്കുമാരം ച സനത്കുമാരനെയും സസർജ സൃഷ്ടിച്ചു. ത്വത്പാദഭക്തിരസികാഹ അങ്ങയുടെ പാദങ്ങളിലുള്ള ഭക്തിരസത്തോടു കൂടിയ ആ സനകാദികളാകട്ടെ, തേന ആ ബ്രഹ്മാവിനാൽ സൃഷ്ടികർമ്മണി സൃഷ്ടിപ്രക്രിയയിൽ നിയുജ്യമാനാഹ അപി നിയോഗിക്കപ്പെട്ടവരായിട്ടും, വാണിയും ബ്രഹ്മാവിൻ്റെ വാക്ക് ന ജഗ്രുഹു സ്വീകരിച്ചില്ല. താവത് സസർജ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ആരെയാണ്? സനകം സനന്ദം സനാതനമുനിം ച സനത്കുമാരം മനസാഭൂയ. ബ്രഹ്മാവിൻ്റെ മാനസ സൃഷ്ടികളാണ് സനകം സനന്ദം സനാതനമുനിയും സനത്കുമാരം എന്നിങ്ങനെയുള്ള 4 മുനിമാർ. 4 പേരെയും ചേർത്ത് സനൽകുമാരന്മാർ എന്നാണ് പറയുക. 4 പേരും ഒന്നിച്ചേ നടക്കൂ. ഇവർ 4 വേദങ്ങളാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ജ്ഞാനസ്വരൂപികളാണ് അവർ. സകല ജ്ഞാനവും അവരിലിരിക്കുന്നു. എപ്പോഴും അവർ ഈ ഭൂമണ്ഡലത്തെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഹരിശരണം ഹരിശരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. എന്തിന്? നമ്മളെ അനുഗ്രഹിക്കാൻ. അവർക്ക് എപ്പോഴും 5 വയസ്സാണ് എന്നാണ് പറയുക. വസ്ത്രം പോലും വേണ്ട. ശരീരബോധമുള്ളവർക്കല്ലേ വസ്ത്രം, അതില്ലാത്തവർക്ക് വസ്ത്രം വേണ്ട. അവരോട് ബ്രഹ്മാവ് എന്താണ് പറഞ്ഞത്? തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനഃ. അവരെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാൻ ബ്രഹ്മാവ് നിയോഗിച്ചു. പക്ഷെ അവർ എന്തു ചെയ്തു? ത്വത്പാദഭക്തിരസിക ജഗുർഹുർനവാണീം. ഭഗവാന്റെ പാദഭക്തിയിൽ രസിച്ച് ആനന്ദം അനുഭവിക്കാനാണ് അവർക്കിഷ്ടം. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ വാക്കുകൾ അവർ കേട്ടില്ല. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിൽ തന്നെ എന്തെന്നില്ലാത്ത ഭക്തിയുള്ളവർ അതിൽ തന്നെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കും. അതാണ് വേണ്ടത്. അതുകൊണ്ട് പിതാവിൻ്റെ വാക്കുകൾ അവർ കേട്ടില്ല. അപ്പോൾ ബ്രഹ്മാവിന് എന്തു സംഭവിച്ചു എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഢോ ഭവദേകദേശഃ നാമാനി മേ കുരു പദാനി ച ഹാ വിരിഞ്ചേതി ആദോരുരോധ കില തേന സരുദ്രനാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. മക്കൾ പറഞ്ഞിട്ട് കേട്ടില്ല. ഏതച്ഛനാ ദേഷ്യം വരാത്തത്? പ്രകോപം ഉദിതം. വെറും കോപമല്ല, പ്രകോപമാണ് ഉണ്ടായത്. പ്രകർഷേണയുള്ള കോപം. നല്ലവണ്ണം ദേഷ്യമുണ്ടായി. ഉടനെ ബ്രഹ്മാവ് എന്തു ചെയ്തു? പ്രതിരുന്ധത, കോപത്തെ തടഞ്ഞു വെച്ചു. അപ്പോൾ അതാ ഭ്രൂമധ്യത, ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന്, അതായത് പുരികക്കൊടികളുടെ ഇടയിൽ നിന്നും ഒരു സൃഷ്ടി വരികയാണ്. അതാരാണ്? അജനിമൃഢോ ഭവദേകദേശഃ. ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ തന്നെ ഏകദേശ സ്വരൂപനായിരിക്കുന്ന ആ മൃഢൻ ജനിച്ചു. മൃഢൻ ആരാണ്? രുദ്രൻ. ശിവൻ, ഹരൻ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു. ഈ രുദ്രൻ ആരാണ്? ഭവദേകദേശഃ. ഭഗവാന്റെ തന്നെ അംശമാണ്, ഭഗവാന്റെ തന്നെ അവയവമായിരിക്കുന്നവൻ. ദക്ഷയാഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഞാനും ബ്രഹ്മാവും ശിവനും 3 പേരും ഒന്നു തന്നെയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ വേണ്ടി 3 ഗുണങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഏകമായ തത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നുമുണ്ടായ രുദ്രൻ എന്തു ചെയ്തു? ഹാ വിരിഞ്ച, അലയോ ബ്രഹ്മാവേ, നാമാനിമേ കുരു, എനിക്ക് നാമങ്ങൾ തരൂ. പദാനിമേ കുരു, സ്ഥാനങ്ങൾ തരൂ. അതുമാത്രം പോരാ, വനിതാച,
വനിതകളെയും തരണം എന്ന് വന്ന ഉടനെ കിടന്ന് നിലവിളിച്ചു. ആദോരുരോധകില തേന സരുദ്രനാമ. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഇങ്ങനെ കിടന്ന് നിലവിളിച്ചതുകൊണ്ടാണത്രേ രുദ്രൻ എന്ന പേര് വന്നത്. രോദനാദ് രാവണാദ് ഇതി രുദ്രഹ എന്നാണ് വിൽപ്പത്തി. രോദനാദ് എന്ന് പറഞ്ഞാൽ കരയുന്നവൻ എന്നർത്ഥം. രാവണാദ് എന്ന് പറഞ്ഞാലും കരയുന്നവൻ എന്ന് തന്നെയാണ് അർത്ഥം. രാവണൻ എന്ന പേര് പണ്ട് ശിവൻ കൊടുത്തതാണ്. രാവണൻ കൈലാസത്തിനെ എടുത്ത് അമ്മാനമാടി. അപ്പോൾ ശിവൻ എന്തു ചെയ്തു? സർവജ്ഞനല്ലേ ഭഗവാൻ. തൻ്റെ പെരുവിരൽ കൊണ്ട് കൈലാസത്തെ ഒന്നമർത്തി വലിയൊരു കാലം അവിടെ കിടന്ന് കരഞ്ഞു. അങ്ങനെ രാവണൻ എന്ന പേര് കിട്ടി. അതുപോലെ മൃഢൻ രോദനം ചെയ്തതുകൊണ്ട് രുദ്രനായി. ആചാര്യന്മാർ പറയുന്നു, രുഹു എന്നാൽ ദുഃഖം എന്നർത്ഥം. ദ്ര എന്നാൽ ദ്രാവയതി, അതായത് ദ്രവിപ്പിക്കുന്നവൻ. അപ്പോൾ രുഹു ദുഃഖം ദ്രാവയതി ഇതി രുദ്രഹ എന്ന വിൽപ്പത്തി അനുസരിച്ച് ദുഃഖത്തിനെ ദ്രവിപ്പിക്കുന്നവനാണ്, അതായത് നശിപ്പിക്കുന്നവനാണ്. നമ്മുടെ എല്ലാ ദുഃഖത്തെയും നശിപ്പിക്കുന്നവനാണ് രുദ്രൻ. നമ്മുടെ ദുഃഖത്തിനെ മാത്രമല്ല, ദുഃഖ കാരണത്തെ കൂടി നശിപ്പിക്കുന്നവനാണ് രുദ്രൻ. അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് രുദ്രൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ഭജിച്ച് എല്ലാവരുടെയും ദുഃഖത്തെ ശമിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 10 5 ശ്ലോകം മുതൽ നോക്കാം. പാരായണം ചെയ്യാം. ശ്ലോകം 5. ഏകാദശാഹയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദൈതാ വനിതാശ്ച ദത്വാ താവന്ത്യദത്തജ പദാനി ഭവത്പ്രണുന്നഃ പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. അന്വയാർത്ഥം നോക്കാം. ഭവത്പ്രണുന്നഃ, ഭഗവാനെ അങ്ങയാൽ പ്രചോദിതനായ ബ്രഹ്മാവ് രുദ്രനെ ഏകാദശാഹയതയാ, ഏകാദശനാമം കൊണ്ട് വിഭിന്ന രൂപം, പ്രത്യേകം രൂപമുള്ളവനായി വിധായ തീർത്തിട്ട് ദൈതാഹ ഇഷ്ടപ്പെട്ട വനിതാഹ ച സ്ത്രീകളെയും ദത്വാ നൽകിയിട്ട് താവന്തി അത്രയും പദാനി ച സ്ഥാനങ്ങളും അതത്ത കൊടുത്തു സാദരം തന്നോട് ആദരവോടുകൂടിയ തം ആ രുദ്രനോട് പ്രജാവിരചനായ പ്രജകളെ സൃഷ്ടിക്കാനായി പ്രാഹച പറയുകയും ചെയ്തു. അങ്ങനെ രുദ്രൻ തനിക്ക് സൃഷ്ടി നടത്താൻ ധാരാളം നാമങ്ങൾ വേണം, സ്ഥാനങ്ങൾ വേണം, വനിതകൾ വേണം എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ബ്രഹ്മാവ് എന്തു ചെയ്തു? ഉടനെ ബ്രഹ്മാവ് ഭവത് പ്രണുനഃ, ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രേരണയാൽ ഉടനെ രുദ്രന് ഏകാദശാഹയതയ 11 സ്ഥാനങ്ങളും 11 നാമങ്ങളും 11 പത്നിമാരെയും കൊടുത്തു. ഇതെല്ലാം വാങ്ങി സാദരം വളരെ ആദരവോടെ നിൽക്കുന്ന ആ രുദ്രനോട് ബ്രഹ്മാവ് എന്തു പറഞ്ഞു? പ്രജാവിരചനായ പ്രാഹ, പ്രജകളെ സൃഷ്ടിക്കുവാൻ പറഞ്ഞു. ഉടനെ രുദ്രൻ സൃഷ്ടി തുടങ്ങി. ശ്ലോകം 6. രുദ്രാഭിസൃഷ്ടഭയതാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയഭീതചേതാഃ മാമാ പ്രജാസൃജ തപശ്ചര മംഗളായേത്യാജഷ്ടതം കമലഭൂർഭവതീരിതാത്മാ. രുദ്രൻ അങ്ങോട്ട് ഒരു തപസ്സുമില്ലാതെ സൃഷ്ടി തുടങ്ങി. ആ സൃഷ്ടി എന്താണ്? രുദ്രാഭിസൃഷ്ട ഭയതാകൃതി രുദ്രസംഘ, ഭയത്തെ ഉണ്ടാക്കുന്ന രൂപങ്ങളാണ് രുദ്രൻ സൃഷ്ടിച്ചത്. ഈ ഭയങ്കരന്മാരെ കൊണ്ട് സമ്പൂര്യമാണ് ഭുവനത്രയം, 3 ലോകവും നിറഞ്ഞു. അപ്പോൾ ഭീതചേതാഹ, ബ്രഹ്മാവിന് തന്നെ പേടിയായി, ഭയമുണ്ടായി. ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു, മാമാ പ്രജാഹ സൃജ, ഉണ്ണി നിന്റെ സൃഷ്ടി മതി, നിർത്ത്, ഇനി നീ സൃഷ്ടി ചെയ്യരുത്. രുദ്രൻ ഉടനെ സൃഷ്ടി നിർത്തി. തപശ്ചരമംഗളായ, ഉണ്ണി നീ ഇനി മംഗളത്തിനായിട്ട് തപസ് ചെയ്യൂ. ഇതി ആജഷ്ടതം കമലഭൂഹു, ഇപ്രകാരം ആ ബ്രഹ്മാവ് രുദ്രനോട് പറഞ്ഞു. ഇതങ്ങനെ ബ്രഹ്മാവിന് പറയാൻ കഴിഞ്ഞു? ഭവതീരിതാത്മാ, ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചു. അതാണ് ഭഗവത് ധ്യാനത്തിൻ്റെ ഗുണം. ബ്രഹ്മാവ് എപ്പോഴും തപസ് ചെയ്യുന്ന ആളാണ്. ആരാണോ ഭഗവാനെ തപസ് ചെയ്യുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ ചെയ്യാനുള്ള ബുദ്ധി ഭഗവാൻ തന്നെ കൊടുക്കും. ഭഗവാൻ ഗീതയിൽ പറഞ്ഞില്ലേ, ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ, ആർക്കാണോ എന്നെ പ്രാപിക്കേണ്ടത് അവർക്ക് വേണ്ട ബുദ്ധിയോഗം ഞാൻ തന്നെ തരുമെന്ന്. അതാണ് ഭഗവാന്റെ അനുഗ്രഹം. മഹാഭാരതത്തിൽ
പറയുന്നുണ്ടല്ലോ, ന ദേവാദണ്ഡമാദായ രക്ഷന്തി പശുപാലവത് എന്തു രക്ഷിതുമിച്ഛന്തി സദ്ബുദ്ധ്യായോ ജയന്തിതം. അതായത് ഗോപാലന്മാർ, ആട്ടിടയന്മാർ എങ്ങനെയാണ് പശുക്കളെ രക്ഷിക്കുന്നത്? പാലത്തിലൂടെ, തോട്ടിൻ്റെ വരമ്പത്തൂടെ ഒക്കെ അവയെ കൊണ്ടുപോകണം. വഴിയിൽ പൊട്ടക്കിണറുണ്ടാകും, അതിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി വടികൊണ്ട് തട്ടി തട്ടി ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെയല്ല ദേവന്മാർ. ആരെയാണോ രക്ഷിക്കേണ്ടത് അവർക്ക് നല്ല ബുദ്ധിയെ കൊടുത്താണ് രക്ഷിക്കുന്നത്. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് നല്ലതുപോലെ ചെയ്യാനുള്ള ബുദ്ധി തരും. അതാണ് ഭവതീരിതാത്മാ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട അന്ധക്കരണം കൊണ്ട് രുദ്രൻ്റെ സൃഷ്ടിയെ തടഞ്ഞു. എന്തിന്? രുദ്രൻ ഇപ്രകാരം ഭയങ്കരന്മാരെ സൃഷ്ടിച്ചാൽ ലോകം നശിക്കും, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അന്ധക്കരണത്തിൽ പ്രേരിപ്പിച്ച് രുദ്രൻ്റെ സൃഷ്ടി തടഞ്ഞു. ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്തപ്പോൾ നല്ല പുത്രരുണ്ടായി എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഹരി ഓം നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. അതിൽ 7ാമത്തെ ശ്ലോകം മുതലാണ് നമുക്കിനി നോക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 7. തസ്യാധ സർഗരസികസ്യ മരീചിരത്രിഃ തത്രാംഗിരാകൃതുമുനി പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവാൻ ഭവദംഘ്രിദാസഃ. ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്തപ്പോൾ നല്ല പുത്രന്മാരുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. അന്വയാർത്ഥം നോക്കാം. തസ്യാധ പിന്നീട്, തത്ര ആ സമയത്ത്, സർഗരസികസ്യ സൃഷ്ടിയിൽ താല്പര്യമുള്ള ആ ബ്രഹ്മാവ് വർദ്ധിച്ച രജോഗുണിയാണ്. അങ്ങനെ ആ ബ്രഹ്മാവ് ആരൊക്കെയാണ് സൃഷ്ടിച്ചത്? മരീചിഹി, അത്രി, അങ്കിരസ, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗുഹു, വസിഷ്ഠൻ, ദക്ഷൻ, ശ്രീനാരദൻ എന്നിവരെയെല്ലാം സൃഷ്ടിച്ചു. ഇവരെല്ലാം എവിടുന്നാണ് ജനിച്ചത്? അംഗാദജായത, ബ്രഹ്മാവിൻ്റെ ഓരോ അവയവത്തിൽ നിന്നാണ് ജനിച്ചത്. ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് മരീചി, നേത്രത്തിൽ നിന്ന് അത്രി, മുഖത്തു നിന്ന് അങ്കിരസ്, കയ്യിൽ നിന്ന് ക്രതുമുനി, ത്വക്കിൽ നിന്നും ഭൃഗു, പ്രാണവായുവിൽ നിന്നും വസിഷ്ഠൻ, പെരുവിരലിൽ നിന്നും ദക്ഷൻ. അങ്ങനെ 9 മക്കൾ. പിന്നെ 10ാമത്തത് നാരദൻ. ശ്രീനാരദശ്ച ഭഗവാൻ ഭവദംഘ്രിദാസഃ. നാരദനെ മടിയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഈ നാരദൻ ആരായിരുന്നു? ഭവദംഘ്രിദാസഃ. നമ്മൾ അടിയിൽ വരെയിട്ട് പഠിക്കേണ്ടതാണ്. അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, ശ്രീനാരദൻ അങ്ങയുടെ പാദങ്ങളെ തന്നെ എപ്പോഴും ആശ്രയിക്കുന്നവനാണ്. ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചാൽ ജീവിതം ധന്യമാക്കാൻ പറ്റും. ഭഗവാന്റെ പാദങ്ങൾ എങ്ങനെയുള്ളതാണ്? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ആ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സാക്ഷാത്കരിക്കാൻ പറ്റും. നമ്മൾ ഇത്രയേ ചെയ്യണ്ടു. സത്യഭാഷണം നടത്തണം, ധർമ്മം ആചരിക്കണം. എന്താണ് ധർമ്മം? ഭഗവത് ഭജനം തന്നെയാണ് ധർമ്മം. ഭജ് എന്ന ധാതുവിന് സേവായാം, സേവിക്കുക എന്നാണ് അർത്ഥം. ഭഗവത് സേവ അത് തന്നെയാണ് ധർമ്മം. സമൂഹമായി വിരിഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണെന്ന് ഉറച്ചുകൊണ്ട് സേവനം ചെയ്യണം. അപ്പോൾ ലക്ഷ്യമാകുന്ന സത്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. ആ നാരദൻ എപ്പോഴും ഭഗവാന്റെ പാദങ്ങളെ തന്നെ സ്മരിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണമെന്ന് പോലും ആഗ്രഹിച്ചില്ല. മറ്റു 9 പേരും കർദമ്മ പ്രജാപതിയുടെ മക്കളെ വിവാഹം ചെയ്തു. നാരദർ മാത്രം വിവാഹം ചെയ്തില്ല. ഭഗവത് പാദഭജനം കൊണ്ടുതന്നെ ജീവിതത്തെ ധന്യമാക്കി. ഇനി എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? 8ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം 8. ധർമാദികാനഭിസൃജന്നത കർദമം ച വാണിം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈഃ ഉദ്ബോധിതശ്ച വിരരാമതമോ വിമുഞ്ജൻ. അഥ അതിനുശേഷം ധർമാധികാൻ പിന്നീട് ധർമ്മദേവൻ മുതലായവരെ ആണ് അഭിസൃജൻ സൃഷ്ടിച്ചത്. ധർമ്മദേവനെ ബ്രഹ്മാവ് തൻ്റെ വലത്തെ സ്തനത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. കർദമം ച കർദമനെ ഛായയിൽ നിന്നും സൃഷ്ടിച്ചു. അധർമ്മം, മൃത്യു മുതലായത് പൃഷ്ഠഭാഗത്തു നിന്നും സൃഷ്ടിച്ചു. കാമദേവനെ ഹൃദയത്തിൽ നിന്നും, ക്രോധത്തിനെ പുരുകത്തിൽ നിന്നും, ലോഭത്തിനെ അധരത്തിൽ നിന്നും, അതായത് കീഴ്ചുണ്ടിൽ നിന്നാണ് ലോഭത്തിനെ സൃഷ്ടിച്ചത്. സമുദ്രം മേണ്ഡ്രത്തിൽ നിന്ന്, അതായത്
ജനനേന്ദ്രിയത്തിൽ നിന്നാണ് സമുദ്രത്തെ സൃഷ്ടിച്ചത്. എന്നിട്ടോ വാണിം വിധായ വാഗ്ദേവതയായ സരസ്വതിയെ തൻ്റെ മുഖത്തു നിന്നും സൃഷ്ടിച്ചു. എപ്പോൾ വാണീദേവിയെ സൃഷ്ടിച്ചുവോ ആ ദേവിയുടെ സൗന്ദര്യം കണ്ട് ബ്രഹ്മാവിന് പോലും കാമവിവശനായിപ്പോയി. വിധിരംഗജസങ്കുലോഭൂത്, ബ്രഹ്മാവ് കാമാതുരനായി തീർന്നു. എന്നിട്ട് ഒരു മാനിൻ്റെ രൂപത്തിൽ ദേവിയുടെ പിന്നാലെ പോയി. കാമിനി കാഞ്ചനങ്ങളാണല്ലോ നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. ഇവിടെ കാമിനി ആരാണ്? തൻ്റെ തന്നെ സൃഷ്ടിയായ സരസ്വതിയാണ്. അതു ശരിയല്ല എന്ന് മക്കൾക്ക് തോന്നി. ഉടനെ തന്നെ അച്ഛനെ പിന്തിരിപ്പിച്ചു. ത്വദ്ബോധിതൈഹി സനകദക്ഷമുഖൈസ്തനൂജൈഹി, തനൂജൈഹി എന്ന് പറഞ്ഞാൽ പുത്രന്മാർ എന്നർത്ഥം. ആ പുത്രന്മാരാൽ സനകൻ, ദക്ഷൻ മുതലായ പുത്രന്മാർ പിതാവിനെ തടഞ്ഞു. അവർക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു? ഉദ്ബോധിതൈഹി, ഭഗവാൻ തന്നെ അവരുടെ ഉള്ളിൽ പ്രേരിപ്പിച്ചു. അധർമ്മം ചെയ്യാൻ പാടുള്ളതല്ല. ത്വദ്ബോധിതൈഹി, ആ ധർമ്മത്തെ ചെറുക്കാനുള്ള പ്രേരണ ഭഗവാൻ തന്നെ നൽകി. അവർ ബ്രഹ്മാവിന് ധർമ്മബോധം നൽകി. ഉടനെ തന്നെ ബ്രഹ്മാവ് വിരരാമ തമോ വിമുഞ്ചൻ, വിരരാമ അതിൽ നിന്നും വിരാമമിട്ടു, പിന്തിരിഞ്ഞു. എന്നിട്ട് തമോ ഗുണത്തെ ഉപേക്ഷിച്ചു. അജ്ഞാനത്താൽ താൻ ചെയ്യാൻ തുടങ്ങിയ അധർമ്മത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. നമ്മളും ഇത് മനസ്സിലാക്കണം. ചിലപ്പോൾ വല്ല തെറ്റായ മാർഗത്തിലും അബദ്ധത്തിൽ പോയി എന്ന് വരാം. അപ്പോൾ കുട്ടികളായിരിക്കും തെറ്റു മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ കുട്ടിയാണെന്ന് വെച്ച് തള്ളിക്കളയരുത്. അതിൽ യുക്തിയുക്തമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കണം. ഒരു ആപ്തവാക്യമുണ്ട്. യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി അന്യതൃണമഭിത്യാജ്യം അപ്യുക്തം പത്മജന്മനാം. കുട്ടികൾ പറയുന്നത് യുക്തിയുക്തമാണെങ്കിൽ തീർച്ചയായും സ്വീകരിക്കണം. യുക്തിയുക്തം അല്ലെങ്കിൽ ബ്രഹ്മാവ് തന്നെ പറഞ്ഞാലും സ്വീകരിക്കേണ്ട എന്നാണ് ആപ്തവാക്യം. അധർമ്മം ചെയ്യാനും പാടില്ല. അധർമ്മം ചെയ്യുന്നത് കണ്ടാൽ തടയുകയും വേണം. ബ്രഹ്മാവ് തൻ്റെ തെറ്റായ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞു, പശ്ചാത്തപിച്ചു. ഏതു ശരീരം കൊണ്ടാണോ താൻ ആ തെറ്റായ കർമ്മം ചെയ്യാനായിട്ട് പുറപ്പെട്ടത്, അതുകൊണ്ട് ആ ശരീരം ത്യജിച്ചു. ബ്രഹ്മാവ് ഉപേക്ഷിച്ച ആ ശരീരമാണ് മൂടൽ മഞ്ഞായത് എന്നാണ് ഭാഗവതം പറയുന്നത്. തമോ വിമുഞ്ചൻ, തൻ്റെ തമോ ഗുണം ആധിപത്യം കൂടിയിരുന്നു. ശരീരത്തെ ത്യജിച്ച് പുതിയ ശരീരം എടുത്തു. എന്നിട്ട് ബ്രഹ്മാവ് എന്താ ചെയ്തത്? വീണ്ടും തപസ് ചെയ്ത് ജ്ഞാനപ്രദങ്ങളായ പലതും സൃഷ്ടിച്ചു. ഹരി ഓം നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. അതിലെ 9ാമത്തെ ശ്ലോകം നോക്കാം, പാരായണം ചെയ്യാം. ശ്ലോകം 9. വേദാൻ പുരാണ നിവഹാനഭി സർവവിദ്യാഃ കുർവന്നിജാനന ഗണാ ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സ സർഗവൃദ്ധിം അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോ ഭൂൻ. അന്യാർത്ഥം നോക്കാം. സഹ അപ്രകാരം ഇരിക്കുന്ന, അസൗ ചതുരാനന അപ്രകാരം സൃഷ്ടി ചെയ്യുന്ന ഈ ചതുരാനനൻ നാൻമുഖനായിട്ടുള്ള ബ്രഹ്മാവ്, നിജാനന ഗണാത് നിജമായ തൻ്റെ ആനനത്തിൻ്റെ മുഖത്തിൻ്റെ ഗണത്തിൽ നിന്നും, അതായത് സമൂഹത്തിൽ നിന്നും, 4 മുഖങ്ങളിൽ നിന്നും, വേദാൻ പുരാണ നിവഹാൻ സർവവിദ്യാഃ അഭികുർവൻ 4 വേദങ്ങളും പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയവയും, സർവവിദ്യാഃ അപി ശിക്ഷ തുടങ്ങിയ വേദാംഗങ്ങളും, കുർവൻ മറ്റുമുണ്ടാക്കിയിട്ട്, തേഷു പുത്രേഷു വിനിധായ സനകാദികളായ പുത്രന്മാരിൽ സമർപ്പിച്ചു. എന്നിട്ട് അവരെല്ലാം പഠിപ്പിച്ചതിന് ശേഷം സർഗവൃദ്ധിം അപ്രാപ്നുവൻ തൻ്റെ സൃഷ്ടിക്ക് അഭിവൃദ്ധി നേടാൻ കഴിയാത്തവനായി തീർന്നിട്ട്, തവ പാദാംബുജം ആശ്രിതഃ അഭൂത് ഭഗവാനെ അങ്ങയുടെ പാദസരോജങ്ങളെ തന്നെ അഭയം പ്രാപിച്ചു. അതായത് ബ്രഹ്മാവ് 4 മുഖങ്ങളിൽ നിന്നും യഥാക്രമം ഹോതാവിന് വേണ്ട ഋക്ക് അഥവാ മന്ത്രം, അതാണ് ഋഗ്വേദം, അധിര്യുവിന് വേണ്ട യജുസ് അഥവാ യജുർവേദം, ഉദ്ഗാതാവിന് വേണ്ട സാമവേദം, ബ്രഹ്മന് വേണ്ട പ്രായശ്ചിത്തമടങ്ങിയ ബ്രാഹ്മം അഥവാ അഥർവവേദം എന്നീ 4 വേദങ്ങളും ഉപവേദങ്ങളായ ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം,
അത് സംഗീതശാസ്ത്രമാണ്. സ്ഥാപത്യവേദം അത് തച്ചുശാസ്ത്രമാണ്. എന്നിവയും വേദാംഗങ്ങളായ ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, കൽപ്പം എന്നീ 6, മീമാംസ, ന്യായം, ധർമ്മശാസ്ത്രം, പുരാണം എന്നീ 4 സൃഷ്ടിച്ചതിനു ശേഷം അവ ലോകത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ മരീചി തുടങ്ങിയ പുത്രന്മാരെ പഠിപ്പിച്ചു. എങ്കിലും തൻ്റെ സൃഷ്ടി മുന്നോട്ടു പോകുന്നില്ലെന്ന് കണ്ട ബ്രഹ്മാവ് ഭഗവാന്റെ പാദങ്ങളെ തന്നെ ഭക്തിപൂർവം അഭയം പ്രാപിച്ചു. കർമ്മങ്ങളിൽ എന്തു തടസ്സമുണ്ടോ ആ തടസ്സങ്ങളെ മാറിക്കിട്ടാൻ ഭഗവത്പാദങ്ങളെ ആശ്രയിക്കണം എന്ന് കാണിച്ചു തന്നിരിക്കുന്നു. ഹരി ഓം, നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. അതിലെ അവസാനത്തെ ശ്ലോകം നമുക്ക് നോക്കാം. പാരായണം ചെയ്യാം. ശ്ലോകം 10. ജാനന്യുപായമധദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അന്യാർത്ഥം നോക്കാം. സൃഷ്ടി പുരോഗമിക്കുന്നില്ല എന്ന് കണ്ട ബ്രഹ്മാവ് ഭഗവത്പാദങ്ങളെ ഭജിച്ചു. എപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ ഭജിച്ചുവോ അപ്പോൾ ബ്രഹ്മാവിന് ഉപായം മനസ്സിലായി. ജാനന്യുപായം, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹൃദയത്തിൽ വ്യക്തമായി പ്രകാശിച്ചു. ബ്രഹ്മാവ് എന്താ ചെയ്തത്? അധദേഹം അജോ വിഭജ്യ. അജഹ എന്നാൽ ജന്മമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ഇവിടെ ബ്രഹ്മാവും ഭഗവാനും അജനാണ്. ഗീതയിൽ പറയുന്നുണ്ടല്ലോ, അജോ നിത്യ ശാശ്വതോയം പുരാണോ. ആ പരബ്രഹ്മ വസ്തു, ആത്മവസ്തു അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവ് ദേഹം വിഭജ്യ, തൻ്റെ ശരീരത്തെ 2ആയിട്ട് വിഭജിച്ചു. അപ്പോൾ എന്തായി? സ്ത്രീ പുംസഭാവം അഭജൻ മനു തദ്വധൂഭ്യാം. സ്ത്രീ എന്നും പുരുഷനെന്നും 2 ഭാവത്തെ സ്വീകരിച്ചു. പുരുഷനാണ് മനു, സ്ത്രീയാണ് തദ്വധു, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ശതരൂപ എന്നാണ് പേര്. മനുവിൻ്റെ പേര് സ്വയംഭുവൻ. സ്വയംഭൂഹു അതായത് സ്വയം ഭവിച്ചവൻ. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും എല്ലാം സ്വയംഭൂ എന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യത്തെ മനുവാണ് സ്വയംഭുവ മനു. തദ്വധൂഭ്യാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശതരൂപ. അനേകം രൂപങ്ങൾ ഉള്ളവൾ എന്നർത്ഥം. പ്രകൃതിക്ക് അനേകം രൂപങ്ങളാണല്ലോ, നാനാത്വ പ്രപഞ്ചമാണിത്. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ 2ആയി വിഭജിച്ച് സ്വയംഭുവ മനുവും ശതരൂപയും ആയി, പുരുഷനും സ്ത്രീയുമായി. ഇനി എന്തു ചെയ്തു? താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയൻ. അവർ ഈ മനുഷ്യവംശത്തിനെ വർദ്ധിപ്പിച്ചു. ഈ മനുവിൽ നിന്നും വന്നതുകൊണ്ടാണ് നമ്മളെല്ലാം മനുഷ്യരായത്. മനുഷ്യവംശം അവരിലൂടെ വളർത്തിയത് പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അല്ലയോ ഹേ ഗോവിന്ദ മാരുതപുരേശ രോഗാൻ നിരുന്തി. അല്ലയോ ഗോവിന്ദ മാരുതപുരേശ, എൻ്റെ രോഗങ്ങളെ എല്ലാം നിരോധിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ 2 സംബോധനയാണ്. ഗോവിന്ദ എന്ന നാമത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. ഗോവിന്ദ എന്ന ശബ്ദത്തിൻ്റെ ഒരു വ്യുൽപ്പത്തി ഇങ്ങനെയാണ്: ഗവാം ഇന്ദ്ര വിന്ദതി ഇതി ഗോവിന്ദഃ. ഗൗ എന്നാൽ പശുക്കൾ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഗോ എന്നാൽ പശുക്കളുടെ നാഥൻ ഗോവിന്ദൻ. ജീവാത്മാക്കൾ എന്നർത്ഥമുണ്ട്. വിന്ദതി എന്നാൽ രക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. എല്ലാ ജീവാത്മാക്കളുടെയും നാഥനാണ് ഭഗവാൻ. സകല ജീവൻ്റെയും ആധാരം ഭഗവാനാണ്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഭഗവാൻ ഇല്ലെങ്കിൽ അനങ്ങാൻ പോലും കഴിയില്ല. എത്ര സുദൃഢമായ സുശക്തമായ കരങ്ങൾ ഉണ്ടായിരുന്നാലും പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാൻ വേണം. അപ്പോൾ ജീവാത്മാക്കളുടെ നാഥനാണ് ഭഗവാൻ. ഗോ എന്നാൽ ഇന്ദ്രിയമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഭഗവാനാണ്. പിന്നെ ഒരു വ്യുൽപ്പത്തി: ഗാം ധരണീം പൂർവം അവിന്ദം ഇതി ഗോവിന്ദഃ. പണ്ട് ഭൂമിയെ പാതാളത്തിൽ നിന്നും പൊക്കിക്കൊണ്ട് വരികയുണ്ടായി.
ആ അർത്ഥത്തിലും ഗോവിന്ദൻ ഭൂമിയെ ഉദ്ധരിച്ചവൻ, രക്ഷിച്ചവൻ എന്ന അർത്ഥമെടുക്കാം. ഹിരണ്യാക്ഷൻ ഭൂമിയെ ഒളിപ്പിച്ചപ്പോൾ ഭഗവാൻ വരാഹമൂർത്തിയായി വന്ന ഭൂമിയെ ഉദ്ധരിച്ച കഥ ഇനി നമ്മൾ 12ാം ദശകത്തിൽ പഠിക്കും. ഇനിയും ഗോവിന്ദ ശബ്ദത്തിൻ്റെ വ്യുൽപ്പത്തി ഗോവിഹി വേദാന്തവാക്യൈഹി വേദ്യതേ ഇതി ഗോവിന്ദ. വേദാന്ത വാക്കുകളാൽ അറിയപ്പെടുന്നവനായതുകൊണ്ട് ഗോവിന്ദൻ. പിന്നെ ഒരു ആപ്തവാക്യമുണ്ട്. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗാൻ സത്യം സത്യം വദാമ്യഹം. അച്യുതാനന്ദ ഗോവിന്ദ എന്ന നാമങ്ങൾ ആരുച്ചരിക്കുന്നുവോ അവരുടെ സകല രോഗാൻ നശ്യന്തി, സകല രോഗങ്ങളും നശിക്കും. ഭേഷജം എന്നാൽ ഔഷധം എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ ഒരു ഔഷധമാണ്. എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഉറപ്പ് വരാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നെ 2 പ്രാവശ്യം സത്യം സത്യം വദാമ്യഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹേ ഗോവിന്ദ മാരുതപുരേശ നിരുന്തിരോഗാൻ, എൻ്റെ രോഗങ്ങളെയെല്ലാം നിരോധിക്കണമേ. ഇനി നമുക്ക് മാരുതപുരേശ എന്ന സംബോധനയുടെ സ്ഥൂലാർത്ഥവും സൂക്ഷ്മാർത്ഥവും നോക്കാം. മാരുതൻ വായുദേവൻ, മാരുതപുരം വായുവിനാൽ നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവായൂർ, അതിൻ്റെ ഈശൻ ഗുരുവായൂരപ്പൻ. ഇനി സൂക്ഷ്മാർത്ഥം മാരുതൻ എൻ്റെ ഉള്ളിലുള്ള പ്രാണൻ, പ്രാണൻ്റെ പുരം ശരീരം, ശരീരത്തിൻ്റെ ഈശൻ ആത്മാവ്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവും ഗുരുവായൂരപ്പനും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ അധ്യായത്തിൻ്റെ അവസാനത്തിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ച് സൂക്ഷ്മാർത്ഥം മനനം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കും. ഈ ദശകത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള തത്വം എന്താണ്? നിരന്തരം ഭഗവത് സ്മരണ നിലനിർത്തണം. ഭഗവത് സ്മരണ ഒന്ന് മാത്രമാണ് എല്ലാ ആപൽഘട്ടങ്ങളെയും തരണം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീമൻ നാരായണീയത്തിലെ 10ാമത്തെ ദശകം ഭഗവാന് സമർപ്പിക്കുന്നു. ഹരി ഓം, നമസ്തേ.